നമസ്കാരം. എല്ലാ കാലത്തും വിവാദപരമായ ചർച്ചകൾക്ക് വഴിതെളിക്കുന്ന വിഷയമാണ് സംവരണം. ഡിജിറ്റൽ ആക്ടിവിസത്തിന്റെ പ്രബലമായ ഒരു മുഖം CJP പ്രൊട്ടസ്റ്റുകളിലൂടെ നമ്മൾ കാണാനിടയായതും അതാണ്. കോക്രോച്ച് ഇഫക്റ്റിന്റെ പിന്നാലെയാണ് ഇപ്പോൾ റിസർവേഷൻ ഹട്ടോ ആന്തോളൻ ക്യാമ്പയിൻ ശക്തമാകുന്നത്. 24 മണിക്കൂറിനുള്ളിൽ 4 മില്യൺ ഫോളോവേഴ്സിന് മുകളിൽ സപ്പോർട്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലാകെ തരംഗം സൃഷ്ടിക്കാൻ കെൽപ്പുള്ള മൂവ്മെന്റ് ആണ് RHA അഥവാ റിസർവേഷൻ ഹട്ടോ ആന്തോളൻ. ഇപ്പോൾ മുൻപോട്ട് വന്നിരിക്കുന്ന ഈ മൂവ്മെന്റ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും ഭാഗമാകാതെ ഈ സോഷ്യൽ മീഡിയ മൂവ്മെന്റ് പ്രധാനമായും ആവശ്യപ്പെടുന്നത് യോഗ്യതയുടെ മാത്രം അടിസ്ഥാനത്തിലുള്ള തുല്യ അവസരത്തിനാണ്. ജാതിയുടെ പേരിലുള്ള സംവരണം പൂർണ്ണമായും നിർത്തലാക്കുക, ദുർബലമായ യുവജനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നിവയൊക്കെയാണ് ഇവയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. നിഷ്പക്ഷരായ ജനങ്ങളുടെ ശബ്ദമായാണ് ഓരോ തവണയും ഇത്തരം സോഷ്യൽ മീഡിയ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നതെങ്കിലും രാഷ്ട്രീയമായ മറ്റൊരു മുഖം ഉടലെടുക്കുവാനുള്ള സാധ്യത തള്ളിക്കളയാനാവുന്നതല്ല. നിലവിൽ ശക്തി പ്രാപിച്ച CJP മൂവ്മെന്റിന്റെ സ്ട്രാറ്റജി തന്നെയാണ് പിന്തുടരുന്നതെന്നും തോന്നുന്ന വിധത്തിൽ അംബേദ്കറിന്റെ വാക്കുകളായ പഠിക്കുക, പോരാടുക, സംഘടിപ്പിക്കുക എന്ന മുദ്രാവാക്യമാണ് RHA തങ്ങളുടെ ഇൻസ്റ്റഗ്രാം ബയോയിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. സാക്ഷാൽ അംബേദ്കറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഭരണഘടനയും അതിലെ അനുച്ഛേദം 15ഉം 16ഉം വിസ്മരിക്കാനാവില്ല. ജാതിയുടെയോ മതത്തിൻ്റെയോ വംശത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ ജന്മസത്തലത്തിൻ്റെയോ പേരിൽ യാതൊരു വിവേചനവും പാടില്ലെന്ന് കൽപ്പിക്കുന്ന അനുച്ഛേദം 15ഉം എല്ലാ പൗരന്മാർക്കും ജോലിക്ക് തുല്യ അവകാശം നൽകണമെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം 16ഉം ചർച്ചകൾക്ക് വിധേയമാവുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിലെ സ്ഥിതിഗതികൾ അനുസരിച്ച് ജനറൽ കാറ്റഗറി OBC വിഭാഗത്തിൽ സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ അനുഭവിക്കാത്തവരുമായ ഒരു കൂട്ടം യുവജനങ്ങളാണ് ഈ മൂവ്മെന്റിനെ പിന്തുണയ്ക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ റിസർവേഷൻ എന്ന ആശയത്തോട് യോജിപ്പില്ലാത്ത ആളുകളുടെ പിന്തുണയുടെ സാധ്യതയും ഒഴിവാക്കാനാവില്ല. 1992 മണ്ഡൽ കേസുമായി അനുബന്ധിച്ച് OBC വിഭാഗത്തിന് 27% സംവരണം എന്ന ആശയത്തിന് സുപ്രീം കോടതിയുടെ പിന്തുണ ലഭിക്കുന്നുണ്ട്. ഇത് നിലവിൽ തുടർന്നു പോകുന്ന SC വിഭാഗത്തിന്റെ 15ഉം അതേപോലെ ST വിഭാഗത്തിന്റെ 7.5% സംവരണത്തിൽ യാതൊരുവിധ കോട്ടവും സൃഷ്ടിച്ചിട്ടില്ല. കൂടാതെ മണ്ഡൽ കമ്മിറ്റി മുൻപോട്ട് വെച്ച എക്കണോമിക്കലി വീക്ക് സെക്ഷനിലുള്ള 10% സംവരണം പിൽക്കാലത്ത് പ്രാബല്യത്തിലും വരികയുണ്ടായി. സംവരണം സാമ്പത്തിക അടിസ്ഥാനത്തിൽ ആയിരിക്കണമെന്ന ചൂടുപിടിച്ച വാദങ്ങൾക്കൊടുവിലാണ് EWS സംവരണത്തിന് അനുവാദം ലഭിക്കുന്നത്. സംവരണം എന്ന ആശയം എപ്പോഴൊക്കെ ചർച്ചയ്ക്ക് വിധേയമാകുന്നുവോ അപ്പോഴെല്ലാം ഉടലെടുക്കുന്ന വിഷയമാണ് ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയുടെ അടിസ്ഥാനമായ ജാതീയതയും. 1951 ചെമ്പകദുരൈ രാജൻ കേസു മുതൽ ഇന്ന് ഇതുവരെ എത്തി നിൽക്കുന്ന ജാതിയും സംവരണവും പിന്നെ മെറിറ്റും വിഷയം റിസർവേഷൻ ഹട്ടോ ആന്തോളന് പുതിയൊരു ഫേസിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്. ജാതിയുടെ ഈറ്റില്യമായ ഇന്ത്യൻ സമൂഹത്തിൽ ജോലിയിലും അവസരങ്ങളിലും യാതൊരു റിസർവേഷനും ലഭിക്കാതെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷം ജനങ്ങൾക്ക് അവസരം ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച സംവരണം ഇക്വാലിറ്റി എന്ന ആശയത്തെക്കാളും ഉപരി ഇക്വിറ്റി എന്ന ആശയത്തോടാണ് കൂടുതൽ ചേർന്നിരിക്കുന്നതെന്ന് വേണം പറയാൻ. സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകണം എന്നും സംവരണം നിർത്തലാക്കണമെന്നുമുള്ള വാദങ്ങൾക്കിടയിൽ എന്തിനാണ് സംവരണം നിലവിൽ വന്നത് എന്നുള്ള ചരിത്ര പശ്ചാത്തലത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കാണ് പ്രാധാന്യം ഏറെ. ജാതീയ സമവാക്യങ്ങൾ നിരവധിയുള്ള ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്ത് ജാതീയ സംവരണം വേണോ, അതോ സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന സമൂഹത്തിൻ്റെ മുൻഗണനാ പട്ടികയിൽ മുൻപിൽ നിൽക്കുകയും സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുകയും ചെയ്യുന്ന ഒരു വലിയ സമൂഹമുള്ള ഈ രാജ്യത്ത് സാമ്പത്തിക സംവരണമാണോ വേണ്ടത് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.